അളിയാ എന്തിനളിയാ കത്തലളിയാ കത്തനോട് കത്തലളിയാ. എന്റെ 3070 Ti കത്തിയില്ലട്ടോ. നിങ്ങളുടെ 5090 കത്തിയോ? അല്ല എല്ലാരും 3070 മാറി. നിങ്ങൾ ആർപ്പിയ അനങ്ങാണ്ട് ഇന്ന് കത്ത് ചന്ദ്ര. ഇതൊക്കെ എങ്ങനെ ഇന്ന് ആരടിച്ചു വന്നു നമ്മളെ? നീ ഇന്നൊക്കെ എത്ര പിയല്ലേ? എനിക്ക് 27. നോക്കട്ടെ. ഹലോ, ഞാൻ ഒരു ലൂപ്പില്ല. ഞാൻ 10 വട്ടം കേറും കത്തും കേറും കത്തും കേറും കത്തും. എടാ ഇത് ഡീഡോസ് ആണാ? ആയിരിക്കും ചന്ദ്രു, അല്ലാതെ ഇത്രയും നേരം ഒരു കുഴപ്പമില്ല. ചന്ദ്രു കേറുന്നതിന് കുറച്ച് മുന്നേ ഒരു പ്രശ്നമില്ല. ഞാൻ കേറുമ്പോഴാണോ അല്ലേ? എടാ എവളെ കൊന്നോളാം, കൊന്നോളാ, സംസാരമില്ല, കൊന്നോളാ. പറ്റുള്ള അവിടെ അടുത്തില്ല. എന്നിട്ട് ചവിട്ട് ഒരു ചവിട്ട് എന്ത് സ്വഭാവോടാ, എന്ത് സുഖോടാ നിനക്ക് കിട്ടണേ സാർക്ക്. ക്രൂവൽ മൈൻഡാണ് എന്റെയൊക്കെ. റോങ് മൈൻഡ് ചേട്ടാ എന്റെയൊക്കെ. എന്താണ് ഇതൊക്കെ 2 ദിവസമായിട്ട് ഞാൻ നല്ലതാണ് പറയണത് സെർവറിനെ പറ്റി. സത്യം. എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട് എന്റെ അളിയ. മുച്ചിരി മാന്ത്രിക വടി എടുക്കട്ടാ? മാന്ത്രിക വടി എടുക്കട്ടാ? മാന്ത്രിക പിടിയാ? ഇത് അങ്കം അടുത്ത് ഇത് 5 മിനിറ്റ് പോലും നിക്കുന്നില്ല സിറ്റിയിൽ. ഇത് എന്താ ഇത്? കണ്ടാ ഞാൻ കത്തിയങ്ക മനസ്സിലായിക്കണം. സിറ്റി കത്തിയത് മനസ്സിലായ? ഞാൻ കത്തിയാ മനസ്സിലായിക്കണം. ഞാൻ അതെന്താ ആദ്യം കത്തണ മുച്ചിരി? ആദ്യം കത്തുന്നത് ഇവൻ കത്തിയതിനു ശേഷമാണ് നമ്മളൊക്കെ കത്തുന്നത്. എന്താ മുച്ചിരി ഒന്നും കേട്ടില്ല. ലോന്റെ ഇത്ര ഇതാക്കണ ഉച്ചിരി? ഇതിനൊക്കെ ഒരു പി സി ഇട്ടില്ലേ? ഇനി വേറെ എന്തെങ്കിലും മാറ്റി തരണ? എന്താ ഉച്ചിരി ഇങ്ങനെ? നെറ്റ് വല്ല മാറ്റി തരണ? മോഡം വല്ല മാറ്റി വെച്ചേരണ? ചന്ദ്രന് ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ ഒരു 5 മിനിറ്റ് പോലും റേഡിയോ നിക്കുന്നുണ്ടോ നോക്ക്, അപ്പളേ കത്തും. എടാ നിനക്ക് സിറ്റിയിലേക്ക് കേറാൻ പറ്റുന്നില്ലേ? സിറ്റി കയറാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റണില്ല. റീസ്റ്റാർട്ട് ആക്കണം. മാന്ത്രികയിലുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ്. മന്ത്രവാദികൾ ഉപയോഗിക്കുന്നതാ. ഇവൻ ചീത്ത വിളിക്കണതാ. ചീത്തന്നല്ലേ എഴുതി വെച്ചിട്ട് വായിക്കുന്ന ഞാന് അത് സിറ്റുവേഷൻ 10v3 അടിച്ചായിരുന്നു. 10v3 അടിച്ചായിരുന്നു നേരത്തെ. വില്ലുപോനും സ്നൈപ്പിനെയും പിന്നെ ആരും അടിച്ചിനായി. സിനിമാറ്റിക്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ പൊക്കുന്ന സീനൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയും. നമുക്കൊന്ന് റിയാക്ട് ചെയ്താലോ? ഇപ്പൊ 2 ആളെ അടിച്ചിട്ടപ്പോ കണ്ടന്റ് ആണല്ലേ? പിന്നെ അല്ലാതെ കണ്ടന്റ് വെച്ചു ഈ വീസിലോട്ട് വിളിക്കാറുന്നല്ലേ? ഹലോ വിസിയില് ഇവിടെ മുച്ചിരി എന്തിനാ പറയണ നിന്റെ അടുത്ത്? കക്കൂസില ഹലോ സിറ്റി അപ്പായാലും അപ്പ് ഡൗണോ? അച്ചിരി ഈകള് വരണം. എന്തോ പറയണ്ട നിന്റെ അടുത്ത്? നിന്റെ അടുത്ത് ഈകളെന്താ പറയണ്ടത്? ഇല്ലല്ലേ? ഹലോ ആടാ സ്പീക്കർ ആക്കാൻ പറ്റില്ല. ഹലോ ഈ പുണ്ടശിവൻ എന്റെ അടുത്ത് വിളിച്ചു തരാൻ പറഞ്ഞു. എന്തിനാ മുച്ചിരിക്കേ
മുച്ചിരിക്ക് എന്താ പറയണ്ട മുച്ചിരി പറടാ. ചന്ദ്രല്ലേ അണ്ണൻ എന്തോ പറയാണ്ടെന്ന് പറഞ്ഞേ. എടാ നിന്റെ PC കാര്യം പറയടാ. ഈകളറിഞ്ഞ സ്പോൺസർ ചെയ്ത് അത് ഒരു കാര്യം അറിയിക്കണ്ടേ നടന്ന കാര്യം. വാസണ്ണ അനക്ക് മനാപ്പുറം PC സ്പോൺസർ ചെയ്ത്. മനാബ്രോയോ? ഞാൻ മനാബ്രോയുടെ അപ്പോഴേ പറഞ്ഞ കഴിവുള്ള ആർക്കെങ്കിലും കൊടുത്താൽ മതി. ഞാൻ ഒന്ന് സംസാരിക്കട്ടോ. കഴിവുണ്ടല്ലോ അണ്ണ, എന്തൊക്കെ കഴിവുകളുണ്ട്. നീ ഏതാ ഗെയിം കളിക്കും? എന്താ കഴിവ് നിന്റെ ഒന്ന് പറഞ്ഞ കേക്കട്ടെ. വേലരണ്ട് കളിക്കും. എന്റെ മുച്ചിരിയുടെ ഒരു സ്റ്റേജ് ഗെയിം പ്ലേ. വേളറണ്ടാ പബ്ജി വേളറന്റ്. വേറെ ഏത് ഗെയിം കളിക്കും? അമംഗസ് കളിക്കും. സൂപ്പർ. വേറെ വേറെ ഇല്ല. അപ്പൊ നിനക്ക് അപ്പുക്കുട്ടന്റെ ലാപ്പ് വാങ്ങിച്ചു തന്നിട്ട് ആ പുതിയ PC അപ്പുക്കുട്ടനോടെ ഫൈവും കളിക്കല്ലോ. ഫൈവും നിങ്ങളെ എന്താ പറയാനുള്ള കയ്യില്? എന്താ പറയാനുള്ള? ഇനിയിപ്പോ എന്തായാലും ചെയ്തു പോയില്ല, ഇനിയിപ്പോ ഒന്നും മാറ്റാൻ പറ്റത്തില്ലല്ലോ. മനാബ്രോ ഇനി അടുത്തോട്ടം നല്ല വെടിപ്പയ്യന്മാർക്ക് കൊടുക്കുക. എടാ അത് അങ്ങനെ പറയണ്ട നീളെ. ഇല്ല അത് ഈള് പറയണ്ട, മോശം. ഇല്ല അതെന്താ കാരണം പറയട്ടെ. ഇവന് കഴിവില്ലാത്തതുകൊണ്ടല്ല, ഇവനെ ബാനില്ലാത്ത ദിവസമില്ലല്ലോ. ഈ 5 ദിവസമാണ് TV കയറിയതിനു ശേഷം 5 ദിവസമാണ് ഇവൻ RP കളിച്ചത്. 5 ദിവസം മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ബാനില്ല. എടാ ഞാൻ ഡ്രീമർ എന്നെ സീരിയലിൽ എടുത്തത് തന്നെ. കണ്ണാപ്പി ലൈവ് കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു കാണിച്ചോട് അല്ലെ ഗ്രൂപ്പിൽ ഇട്ടേക്കുന്നു. ലൈവ് കാണും. ആരുടെ സൗണ്ട് പറഞ്ഞു? ഫോട്ടോ ആക്കി വെച്ചേക്കുന്നു. അതല്ല കത്തുന്ന ലൈറ്റുള്ള മാലയൊക്കെ ഇട്ടിട്ട്. ഇത് ആരുടെ ഭിത്തിയിലാടാ ഞാനിത് ഉള്ളത്? എനിക്ക് അറിഞ്ഞൂടാ. നീ ഡിഫമേഷൻ കേസ് കാശ് കിട്ടും അളിയ. നീ ഡിഫമേഷൻ കേസ് ഇങ്ങനെ നമ്മളെ ഫോട്ടോ ഇങ്ങനെ യൂസ് ചെയ്തു അളിയ കാശ് കിട്ടും. അളിയ കാശ് സീരിയല് അല്ല നീ ഇങ്ങനെ നീ ഒരു കാര്യം ചെയ്യ ഡ്രൈവറെ. മറ്റേ മിഥുനെണ്ണം നിന്നെ അളിയ മിഥുനണ്ണന്റെ എന്റെ കേസിൽ ഇടപെടല്ലേ അളിയ? അത് നമ്മള് പേഴ്സണൽ ആണ്. മിഥുനന്റെ എന്റെ കേസിൽ ഞാൻ പുള്ളിയുടെ കൂടെയാ, ഞാൻ പുള്ളിയുടെ സൈഡിൽ സംസാരിക്കും. അപ്പൊ അളിയ കണ്ടന്റ് നീ കണ്ടന്റ് നാളെ അവൻ പറയും അണ്ണം വരെ എന്റെ കൂടെ നിന്ന് ഈ കുണ്ണക്ക് എന്തിനാ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ഈകളെ നീ പാച്ച് ദിവസം മിഥുനെണ്ണ എടുത്ത് വെച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ എനിക്ക് നാളെ പറഞ്ഞത്. വീഡിയോ റിയാക്ട് ചെയ്തില്ലല്ലേ അവന്റെ? എനിക്ക് നല്ല പണി ഇപ്പം കിക്കില്. ഈകളെ ഞാൻ കേട്ടോ നീ സ്റ്റോറി ഇട്ടില്ലേ പയ്യന്റെ? അവനാണാ മറ്റേ ആ ഗ്രൂപ്പിന്റെ അഡ്മിന്? അല്ലല്ല അത് വേറൊരു ഗ്രൂപ്പിന്റെ വേറെ അതിലുണ്ട്, അതിനകത്തുണ്ട്. ഇവന്റെ ഒരു 7-8 ഗ്രൂപ്പ് ഒക്കെ ക്ലോസ് ആയി. ഇനിയുണ്ട് ഇനിയുണ്ട് ഒരു 13 പേരുണ്ട്. ഇനി ഒരു 13 പേര്. എല്ലാ പുണ്ടസുകളും ഇങ്ങനെ കൊണ്ടുവരണം. എല്ലാ തവന്മാരെയും കൊണ്ടുവരും, ഒരു സംശയവും ഇല്ല. എടാ ഇന്ന് ഇപ്പൊ സിറ്റിയിൽ ഇപ്പൊ എന്ത് ചെയ്യണ? എടാ ഞാൻ കേറില്ല, കുറച്ചേരം ഞാൻ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. നിങ്ങൾ പോയി കേറ സിറ്റിയില്. ഞാൻ കേറുമ്പോഴാണ് കഴിക്കും. ഈകളെ സിറ്റി സ്റ്റേബിൾ ആണ്. ഒരു വേല കഷ്ടം കളിച്ചാലോ? ഞാൻ ഫുഡ് കഴിച്ചിട്ടേ വരത്തുള്ളൂ. നിങ്ങൾ അപ്പോഴത്തേക്കിന് ഇതാക്കിയോ.
എടാ ഇതിപ്പം സ്റ്റേബിൾ ആവില്ലെന്ന് അറിയത്തില്ല. ഒരു കസ്റ്റമർ വിളിക്കാം നമുക്ക്. അതെ ഒരു കസ്റ്റമറെ കളിക്കാലോ. ഞാനുണ്ട്. പക്ഷെ അവരായിട്ട് ഫ്രീ communicate വാറിനുള്ള ഫ്രീ വാറില്ലേ? അതില്ലേ ഞാൻ ഫ്രീ വാർ എങ്ങനെ കളിക്കാൻ പറ്റും നമുക്ക്? ഞാൻ ഈ ആൾക്കാരെ മൂടെന്താ നോക്കട്ടെ, ഒരു മിനിറ്റ് പോളട്ടെ. എല്ലാരും ലൈക്ക് അടിക്കണേ. അപ്പൊ ആൾക്കാർ പറയുന്ന കേട്ട് കളിക്കായിരിക്കും ഇല്ലേ? എന്തിന് അങ്ങനല്ല, അല്ലെങ്കിൽ സമാധാന തരത്തിലല്ലടാ അവന്മാര്, സമാധാന തരത്തിലല്ല എന്നെ വീഡിയോ അവര് RP പറയത്തുള്ളൂ. എന്തിന് അവർക്ക് ഡീഡോസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അറിയേണ്ട കേറിയാ മതി. ഇങ്ങനെ പറയലേ. നാളെ നോക്കിക്കോ, നീക്ക നിന്റെ വരും നോക്കിക്കോ. എന്റെ വന്ന ഞാൻ ഇതിനുണ്ട് മിഥുനണ്ണ നീയാണ് എടുത്തോണ്ടിരിക്കുന്ന ഫോട്ടോ. എല്ലാരും രണ്ട് കാലം അത് കൊള്ളാതെ എന്തിനും അത് നല്ലതായിരുന്നേ. നല്ല ടാക്ടിക്സ് ആയിരുന്നു അത്. കണ്ടാ അത് വേറെ ആർക്കും വേണ്ട. RP കോള് വേണ്ട. ഷിബു സാബ് താങ്ക് യു ഫോർ ദ. നീയൊക്കെ കൂടി നമ്മൾ RP കളിപ്പിച്ചാൽ നമ്മുടെ കരിയർ ഇല്ലാതൊക്കെ നോക്കല്ല. നമ്മള് വേറെ ഗെയിമിലൊക്കെ ശോഭിക്കുള്ള പിള്ളേരാ, മനസ്സിലായില്ലേ? പുണ്ണാളെ നീയൊക്കെ എല്ലാരും കൂടി എടുത്തിട്ടേ നമ്മളെ എന്തിന് കുറച്ച് ഊമ്പിച്ചങ്ങ് നല്ല നല്ല കുറച്ചുകൂടി ഇതായിട്ടുള്ള ഗെയിമൊക്കെ കളി. എന്തിരു നമ്മളൊക്കെ എവിടെ എത്തേണ്ടെന്ന് അറിയാം. അവിടെ വലിയ വലിയ കോമ്പറ്റീറ്റീവ് ഗെയിംസ് കളിച്ച് നമ്മളൊക്കെ എവിടെ എത്തേണ്ടേ? എന്തിനും എല്ലാം കളിക്കണം കേട്ടോ. ഇനി ഇങ്ങനെ ഇരിക്കരുത്. അതിന്റെ ഇടയിൽ കൂടെ ആരായിരുന്നു വരേണ്ട സമയല്ല. ഒരു ആൾക്കൂട്ടം കണ്ട സ്ഥലത്തേക്ക് അപ്പ അവിടെ എത്തനാണ്. എത്ര എന്താടാ നീ എടാ സിറ്റി സ്റ്റേബിൾ ആണോ? നോക്കട്ടെ വെയിറ്റ് 10 മിനിറ്റ് കഴിയണം. കേറുമ്പോ അപ്പാർട്ട്മെന്റിൽ ഇറങ്ങടാ. വണ്ടി ഞാൻ എല്ലാവർക്കും ഇപ്പൊ സിറ്റി തരണോ? ഞാൻ കേറണം. ഇപ്പൊ ഞാൻ കേറി കാണിച്ചു തരാം. എന്തിനും ഇപ്പൊ കേറണ്ട, അവസാനം കയറി. കയറാൻ പറ്റത്തില്ല. ചന്ദ്രനൊക്കെ പെട്ടെന്ന് കയറും. ഇതിന് ഇൻഫ്ലുവൻസർ റോളില്ല. ബ്രോ നമ്മളെ ഇൻഫ്ലുവൻസർ ആണ്. അല്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീസിച്ചെന്ന് പറഞ്ഞത് എന്താ അറിയോ? അത് വെറുതെ ഇങ്ങനെ കൊടുത്തേക്കുന്ന അതിനൊരു കാര്യമില്ലെന്നാ പറഞ്ഞു. എടാ എന്നായാലും വന്ന് പിക്കടാ, വണ്ടി പോലും ഇല്ലാണ്ട് ഓടുക. നടന്നു പോടാ. ഞാൻ ഒരു ഇതിന്റെ അടുക്കലാണ്, ശബരിമലയുടെ അടുക്ക നിക്കുകയാണ്. നിന്നോടല്ല മലയാളത്തിൽ പറഞ്ഞു. പിന്നെ ചന്ദ്രു ഇന്നൊരു ഇവന്റ് ഉണ്ട് 35 CR. ശരിക്കും മിലിറ്ററി ബേസ് വെച്ച്. എന്നാലും ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ സെക്കൻഡിന്റെ പ്രൈസിന് കിട്ടിയില്ല. സെക്കൻഡ് അണ്ടി മാരത്തോൺ അല്ലായിരുന്നത്. പോടാ എടാ വന്നാ പോരെ, എങ്ങനെ വരണോന്ന് അവര് പറഞ്ഞിട്ടില്ലല്ലോ. ഓ പിന്നെ നമ്മുടെ വണ്ടി എന്തോ റേസ് എന്തോ സംഭവം അങ്ങനത്തെ ഒരു സാധനമാണ്. മറ്റേ ഇതിനകത്ത് വെച്ചാ മിലിറ്ററി ബേസിനകത്ത് വെച്ചാ 35 കോടിയാ.